വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയെ കാണാത്തതിൽ ആകെ ശാലിനിയോടങ്ങ് ദേഷ്യപ്പെടുകയാണ് ഭാമ. നിന്റെ അമ്മയുടെ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു, പക്ഷേ നീ സുസ്മിതയോട് പറഞ്ഞിട്ടാണോ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സുസ്മിത ധ്യാനത്തിലായിരുന്നു. ഉണർത്തിയാൽ ഫലം കിട്ടില്ല എന്ന് തിരുമേനി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പോയതെന്നൊക്കെ. അന്നേരം സത്യഭാമ പറയുകയാണ്, ശരി, അതൊക്കെ ഞാൻ സമ്മതിച്ച് തരുന്നു, പക്ഷെ അവളെ അന്വേഷിക്കാൻ നിനക്ക് പിന്നീട് ഇതുവരെ സമയം കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, അതെൻ്റെ തെറ്റ് തന്നെയാണ്, അമ്മയുടെ കാര്യത്തിലുള്ള ടെൻഷൻ കാരണം ഞാനത് മറന്നുപോയി, സത്യാമ്മ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് ശാലിനി സത്യഭാമയുടെ മുമ്പിൽ അങ്ങ് തല കുനിച്ച് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായരോട് സത്യഭാമ പറയുകയാണ്, ദേ രാഘവേട്ടൻ കേട്ടില്ലേ, രാഘവേട്ടനല്ലേ പറഞ്ഞത് ശാലിനി വ്യവസ്ഥയുള്ള പെണ്ണാണ്, ഒരു കാര്യത്തിലും അവൾ അനാസ്ഥ കാണിക്കില്ലെന്ന്. ദേ ഇപ്പോൾ സുസ്മിതയുടെ കാര്യത്തിൽ അവൾ അനാസ്ഥ കാണിച്ചിരിക്കുകയാണ്. എന്നിട്ട് ശാലിനിയോട് പറയുകയാണ്, നീ എന്നോട് മാത്രമല്ല ഇപ്പോൾ നെറുകേട് കാണിച്ചത്, ദേ ഏത് സമയവും നിന്റെ ന്യായം പറയുന്ന, നിന്റെ പക്ഷം ചേർന്ന് പറയുന്ന ഈ മനുഷ്യനെ കൂടിയാണ് മനുഷ്യനോടും കൂടിയാണ് നീ ഇപ്പോൾ നെറുകേട് കാണിച്ചിരിക്കുന്നത് എന്ന് രാഘവൻ നായരെ ചൂണ്ടി ശാലിനിയോട് ഭാമ പറയുമ്പോൾ ശാലിനി രാഘവൻ നായരെ നോക്കുകയാണ്. പക്ഷെ അന്നേരം ശാലിനിക്ക് മുഖം കൊടുക്കാതെ ഭാമ പറയുന്നത് ശരിയാണെന്ന് രാഘവൻ നായരും സമ്മതിക്കുകയാണ്. തുടർന്ന് ശാലിനിയോട് വീണ്ടും ഭാമ പറയുകയാണ്, പ്രീതിയുടെ കാര്യത്തിൽ നീ പരിഹാരമൊക്കെ കണ്ടതുകൊണ്ട് നിന്നോട് എനിക്ക് ചെറിയൊരു താല്പര്യമൊക്കെ തോന്നിയിരുന്നു, പക്ഷെ അതിപ്പോൾ തീർന്നിരിക്കുകയാണ്. നിന്റെ മനസ്സിൽ എപ്പോഴും പക തന്നെയാണെന്ന് ഭാമ പറയുമ്പോൾ സത്യമേന്ന് പറഞ്ഞ് ശാലിനി എന്തോ പറയാൻ തുടങ്ങുന്നത്. അന്നേരം വേണ്ടാന്ന് പറഞ്ഞ് കൈ ഉയർത്തി കാണിക്കുകയാണ് ഭാമ. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഭാമ പറയുകയാണ്, ദേ അവൾക്ക് പകയാണെങ്കിൽ നിനക്ക് പ്രണയമാണ്, അവളുടെ സാരിത്തുമ്പിൽ തന്നെയാണ് നിന്റെ ജീവിതം, അവളെ കണ്ട് നിന്റെ കണ്ണങ്ങ് മഞ്ഞളിച്ചിരിക്കുകയാണ് എന്നൊക്കെ വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങ് മുഖം മാറ്റി നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കവിള് കൈകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് പറയുകയാണ്, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സുസ്മിതയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രണ്ടിനെയും ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന്. മകനാണ് മരുമകളാണ് എന്നൊരു ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല എന്നൊക്കെ ഭാമ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആകെ നടന്ന് തളർന്ന് ക്ഷീണിച്ച അവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് സുസ്മിത ഓടി വരുന്നത്. അന്നേരം എന്താ മോളെ എന്നൊക്കെ ഭാമ ചോദിക്കുമ്പോൾ അങ്ങ് സത്യഭാമയുടെ തോളിലേക്ക് ചാഞ്ഞു കിടന്നങ്ങ് കരയുകയാണ്. തുടർന്ന് തുടരെ ഭാമ ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് സുസ്മിത പറയുന്നുണ്ട്, എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊല്ലാനായിട്ട് ഈ ശാലിനി ശ്രമിച്ചു എന്ന്. അന്നേരം ആകെ അന്തം വിടുകയാണ് വിഷ്ണു ശാലിനിയുമൊക്കെ. ശാലിനി പറയുന്നുണ്ട്, ആൻറ്റി സത്യമേ ഞാൻ അറിഞ്ഞതല്ല, ഞാനിത് ചെയ്തിട്ടില്ല എന്നൊക്കെ. അന്നേരം ശാലിനിയോട് മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് മോള് കാര്യം പറയും, എന്താണ് സംഭവിച്ചതെന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഒരു കള്ളക്കഥയുണ്ടാക്കി സുസ്മിത പറയുകയാണ്, ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഒരു കൊക്കയുടെ സമീപത്തെത്തിയപ്പോൾ ഇവൾ എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടു. നല്ല ആഴമുള്ള കൊക്കയായിരുന്നു, പക്ഷേ വീഴ്ചയിൽ എനിക്കൊരു കുറ്റിച്ചെടിയിൽ പിടികിട്ടി. അപ്പോഴേക്കും കുറേ തമിഴത്തെ സ്ത്രീകൾ അതുവഴി വന്നു, അവരെ കണ്ടിട്ട് ശാലിനി അങ്ങ് ഓടിപ്പോയി. പിന്നെ ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ച് മുകളിലേക്ക് കയറിയത്, പിന്നെ ഇവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിഫലിക്കുകയാണ് സുസ്മിത സത്യഭാമയോട്. പക്ഷേ ഇതൊക്കെ നന്നായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ് സങ്കടഭാവത്തിൽ നിൽക്കുന്ന സത്യഭാമ. ഒന്നുകൂടി വിശ്വസിക്കാൻ വേണ്ടി കരഞ്ഞുകൊണ്ട് സുസ്മിത പറയുന്നുണ്ട്, വഴിക്ക് വെച്ച് ഇവളെ കണ്ടാൽ ഇവളിനി എന്നെ വീണ്ടും കൊല്ലാൻ ശ്രമിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ എത്തി ആൻറ്റിയെ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അങ്ങ് സുസ്മിത പറയുകയാണ്. അന്നേരം ആകെ ദേഷ്യപ്പെടുന്ന വിഷ്ണു ഇവളെ ഇന്ന് ഞാൻ എന്നൊക്കെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അന്നേരം ഭാമേ നീ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്. അതൊന്നും ശ്രദ്ധിക്കാതെ ശാലിനിയുടെ നേരെ തിരിഞ്ഞിട്ട് ഭാമ പറയുകയാണ്, ഇത്രയൊക്കെ ചെയ്തു വെച്ച നിനക്ക് ഞാനൊരു സമ്മാനം തരണ്ടേ എന്ന് പറഞ്ഞിട്ട് കവാലം നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് ശാലിനിക്ക്. അന്നേരം അമ്മയെന്നും പറഞ്ഞ് ഓടി വിഷ്ണു അടുത്തേക്ക് ചെല്ലുന്നതിന് മുമ്പേ അടുത്ത അടിയും ശാലിനി അടിക്കുകയാണ് സത്യഭാമ. അന്നേരം അമ്മ എന്തായി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം ഇപ്പോൾ നീ ചെയ്യേണ്ടിയിരുന്ന പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്, എന്താ ഞാൻ ചെയ്തത് ശരിയല്ലേ എന്നും പറഞ്ഞ് ഭാമ കലി തുള്ളുകയാണ്. എന്നാലും നീ ചെയ്തത് ഇത്തിരി കടന്ന കൈയായിപ്പോയി, അതും ഈ സുസ്മിത പറയുന്നത് കേട്ട് വിശ്വസിച്ച് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ സുസ്മിത പറയുന്നതേ ഞാൻ വിശ്വസിക്കൂ, പുറമേ നിഷ്കളങ്കതയും നടിച്ച് അകത്ത് മുഴുവൻ പകയുമായി നടക്കുന്ന ഇവളെ ഞാനിനി ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് ഭാമയങ്ങ് തറപ്പിച്ച് പറയുകയാണ്. അന്നേരവും കണ്ണീരൊക്കെ ഒഴുക്കുന്ന സുസ്മിതയെ നോക്കി, അയ്യോ മോള് സങ്കടപ്പെടേണ്ട, മോള് വാ ഞാൻ കാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞ് സുസ്മിതയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. അന്നേരം പോകാൻ നേരം ശാലിനിയെ നോക്കിയിട്ട് വീണ്ടും നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് ദേഷ്യത്തോടു കൂടി ഭാമ പറയുന്നുണ്ട്. തുടർന്ന് ആകെ സങ്കടത്തോടെ ശാലിനി അച്ഛാന്ന് വിളിക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, മോള് വിശദീകരണമൊന്നും തരണ്ട, എനിക്ക് മനസ്സിലായി സുസ്മിത പറയുന്നതൊക്കെ കള്ളത്തരമാണെന്ന്, പിന്നെ ഒരു കാര്യത്തിലേ എനിക്ക് വിഷമമുള്ളൂ എന്ന്. അന്നേരം എന്നെ അടിച്ചതിലാണോ അച്ഛാന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അതല്ല,
സുസ്മിത പറഞ്ഞ ഈ കള്ളക്കഥ പോലെ നിനക്ക് സുസ്മിതയോട് അങ്ങ് ചെയ്യാമായിരുന്നു എങ്കിൽ ഈ വീടും കുടുംബവും എല്ലാം അങ്ങ് രക്ഷപ്പെട്ടേനെ. അതിലേ എനിക്ക് സങ്കടമുള്ളൂ എന്ന് രാഘവൻ നായർ പറയുകയാണ്. ഇതേസമയം ശാരദാമ്മയുടെ വീട്ടിൽ ശാരദാമ്മ ആകെ പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, റെസ്റ്റൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ജോലിയൊക്കെ ചെയ്യാമെന്ന്. അന്നേരം രാജിയും ശ്യാമയും അടുത്തുണ്ട്. രാജിയല്ല, ശാന്തയും ശ്യാമയും അടുത്തുണ്ട്. ശ്യാമ പറയുകയാണ്, അതൊന്നും ശാരദാമ്മ ചെയ്യണ്ട, വൈദ്യര് പറഞ്ഞാൽ അടങ്ങിയിരുന്നേ ഒക്കൂ, ഇവിടുത്തെ ജോലിക്കാര്യമൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന്. അന്നേരം ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, ശ്യാമയ്ക്ക് പഠിക്കാൻ പോകണം, രാജിയുടെ അമ്മയ്ക്ക് അസുഖമായതുകൊണ്ട് അവളും കുറച്ച് ദിവസത്തേക്ക് വരില്ല എന്ന്, പിന്നെ ഹോട്ടലിലെ കാര്യവും എല്ലാം കൂടി നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുമോ എന്ന്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എങ്കിൽ നമുക്ക് ഹോട്ടൽ കുറച്ച് ദിവസം അടച്ചിടാമെന്ന്. അന്നേരം ശ്യാമയെ വഴക്ക് പറയുകയാണ് ശാരദാമ്മ, നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? നമ്മുടെ കുടുംബം മാത്രമല്ലല്ലോ, ഈ ശാന്തയുടെ കുടുംബവും പുലരണ്ടേ, അവൾക്കൊരു കുഞ്ഞിനെ സ്കൂളിലൊക്കെ വിടണം, പിന്നെ കുറേ അനാഥ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ, അതുങ്ങളുടെ കാര്യം എന്താവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് ശാരദാമ്മ അങ്ങ് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. അന്നേരം ശാരദാമ്മയ്ക്ക് നന്നായിട്ട് തലകറങ്ങി വീണ്ടും കട്ടിലേക്ക് അങ്ങ് വീഴുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞതല്ലേ അമ്മ എണീക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശാന്തയും ശ്യാമയും കൂടി ശാരദാമ്മയെ പിടിച്ച് കട്ടിലേക്ക് അങ്ങ് ഇരുത്തുകയാണ് കിടക്കാൻ പറഞ്ഞിട്ട്. അന്നേരം നന്നായിട്ട് ചുമക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ശാരദാമ്മ. തുടർന്ന് ദേഷ്യത്തോടു കൂടി ശാന്ത പറയുകയാണ്, ഞങ്ങൾ പറയാതെ ശാരദാമ്മ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുതെന്ന് പറഞ്ഞിട്ട് ശ്യാമയും കൂട്ടി ശാന്ത അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ശ്യാമയോട് ശാന്ത പറയുന്നുണ്ട്, ശാരദാമ്മ ജോലിയൊക്കെ ചെയ്യും, ഒറ്റയ്ക്ക് ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെക്കൊണ്ടും പാടാണ്, ഈ ഒരാഴ്ച ശാരദാമ്മ ഭാരിച്ച ജോലിയൊക്കെ ചെയ്താൽ മോൾക്ക് അമ്മയെ നഷ്ടപ്പെടും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ശാരിയ മോളെ വിളിച്ചു വരുത്താം, അവളാണെങ്കിൽ ഒറ്റയ്ക്ക് മതി, ഞാൻ പോലും വേണ്ട ഹോട്ടൽ നടത്താനെന്നൊക്കെ. അന്നേരം ശാരദാമ്മയെ നഷ്ടപ്പെടുമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ എന്നങ്ങ് വെക്കുകയാണ് ശ്യാമ. എന്നിട്ട് പറയുന്നുണ്ട്, ശാരി ചേച്ചി അവർ വിടുമോ എന്നൊക്കെ. അന്നേരം അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, അല്ലാതെ തീരെഴുതി കൊടുത്തതൊന്നുമല്ലല്ലോ, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ ഉത്തരവാദിത്തം മോളെ ഏൽപ്പിക്കുകയാണ്, മോൾ വിളിച്ചുകൊണ്ട് വരണം എന്ന് ശ്യാമയോട് പറഞ്ഞിട്ട് ശാന്ത വീട്ടിലേക്ക് പോവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി സത്യാമ്മയുടെ വീട്ടിൻ്റെ ഉമ്മറത്ത് ശാലിനി നേരത്തെ സത്യാമ്മ തന്നെ അടിച്ചതും പറഞ്ഞ കുത്തുവാക്കുകളും ഒക്കെ ആലോചിച്ചിട്ട് വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് വിഷ്ണു ശാലിനി അകത്തെങ്ങും കാണാതെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി തൂണും ചാരി ഇരിക്കുന്ന ശാലിനിയെ കാണിക്കുന്നത്. അന്നേരം എടോ എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് വിഷ്ണുവിനെ നോക്കിയിട്ട് കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട് ശാലിനി. അന്നേരം താനെന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അല്ല, കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി എന്ന് ശാലിനി പറയുകയാണ്. അമ്മയുടെ കാര്യം ഓർത്തിട്ടാണോ വിഷമം, അതൊക്കെ കഴിഞ്ഞില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതെ, അതും തന്നെയാണ്. അന്നേരം കുറച്ച് സമയം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. പക്ഷേ പോകാൻ നേരം, യാത്ര പറഞ്ഞ് വരാൻ നേരം എന്തോ പറയാൻ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അത് അമ്മയ്ക്ക് എന്നോടാണോ എനിക്ക് അമ്മയോടാണോ എന്ന് എനിക്ക് അറിയില്ല എന്നും പറഞ്ഞ് ശാലിനി ഇരിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു ബാക്കി പറയുകയാണ്, അതിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അടിയും അപ്പോൾ എല്ലാം കൂടി തികഞ്ഞു അല്ലേ എന്ന് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇയാളോട്, ഇയാൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇയാളെ സംരക്ഷിക്കുന്നില്ല, ഒരു ഭാര്യയ്ക്ക് വേണ്ട കരുതലും താങ്ങലും ഒന്നും തരുന്നില്ല എന്നൊക്കെയെന്ന് വിഷ്ണു സങ്കടമാണെങ്കിലും മുഖം ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ പറയല്ലേ എന്ന് വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് ശാലിനി പറയുകയാണ്. പുറത്ത് കേടിയായിട്ട് നെഞ്ചും വിരിച്ചൊക്കെ നിൽക്കുന്ന ഈ വിഷ്ണു അകത്ത് അമ്മയുടെ അടുത്തെത്തുമ്പോൾ തല താഴുന്നുവെന്ന് തനിക്ക് ഒരു വട്ടമെങ്കിലും തോന്നിയിട്ടില്ലേ എന്ന് ശാലിനിയോട് താഴ്ന്നു ചോദിക്കുകയാണ് വിഷ്ണു. ഇയാളെ എനിക്ക് മനസ്സിലാവും, ഇയാൾക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും അത് പ്രസവിച്ച് വളർത്തിയ അമ്മയാണ്, അമ്മ ചെയ്യുന്നതിനൊക്കെ അമ്മയ്ക്കൊരു ന്യായമുണ്ടാകും, അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ട എന്ന് ശാലിനി പറയുകയാണ്. ഇന്നലെ കയറി വന്ന എനിക്ക് വേണ്ടി അവരോട് വഴക്കിടുകയൊക്കെ ചെയ്താൽ എല്ലാവരുടെ മനസ്സും വേദനിക്കുകയുള്ളൂ, ചിലതൊക്കെ നമ്മൾ വിട്ടു കൊടുക്കുമ്പോഴാണ് വിജയിക്കുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണുവിന് ആകെ അങ്ങ് സന്തോഷമാകുന്നുണ്ട്. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഇയാളെ തന്നെ എനിക്ക് കിട്ടിയത് എൻ്റെ ഭാഗ്യമാണെന്ന് വിഷ്ണു ശാലിനിയുടെ സംസാരമൊക്കെ കേട്ടിട്ട് പറയുന്നുണ്ട്. തുടർന്ന് അല്ല, ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ, ഇയാൾക്കൊന്നും കഴിക്കണ്ടേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല എന്ന് ശാലിനി പറയുന്നു. അന്നേരം വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അല്ല ഇയാൾ കഴിച്ചതാണോ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണമെന്നില്ല എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം വിഷ്ണുവും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ശാലിനി, നിൽക്ക്, ഞാനും കൂടി വരാം, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയുകയാണ്.
തുടർന്ന് രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അന്നേരം വിഷ്ണുവും പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ശാലിനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ശാലിനിക്ക് മാത്രമായിട്ട് അങ്ങ് ഭക്ഷണം വിളമ്പുകയാണ്. ആദ്യം ചപ്പാത്തി എടുക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പ്ലേറ്റ് നീട്ടുകയാണ്. പക്ഷേ ശാലിനി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചപ്പാത്തി എടുത്ത ശേഷം ശാലിനി പിന്നെയും കറികൾ വിളമ്പിയ ശേഷവും അങ്ങ് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അന്നേരം പ്ലേറ്റും ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് ശാലിനി എന്നും പറഞ്ഞിട്ട് പ്ലേറ്റുമായിട്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുകയാണ്. അന്നേരം എനിക്ക് എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി ആ എടുത്ത ചപ്പാത്തി കറിയിൽ മുക്കിയിട്ട് വിഷ്ണുവിന് നേരെ വായിലേക്ക് നീട്ടുകയാണ്. അന്നേരം എനിക്കാണോ എടുത്തത് എന്ന് വിഷ്ണു ചോദിക്കുകയാണ്. അതിനെന്താ, മനസ്സുകൾ ഒന്നാണെങ്കിൽ പ്ലേറ്റ് ഒന്ന് പോരെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷമാകുന്നുണ്ട് വിഷ്ണുവിന്. തുടർന്ന് ശാലിനി വിഷ്ണുവിൻ്റെ വായിൽ ചപ്പാത്തി ഭക്ഷണം വച്ചു കൊടുക്കുകയാണ്. വിഷ്ണു അത് സ്നേഹത്തോടു കൂടി കഴിക്കുന്നുണ്ട്. അന്നേരം അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുസ്മിത അവിടേക്ക് വരികയാണ്. അന്നേരം ഇതൊക്കെ കണ്ട് ആകെ ദേഷ്യം വരികയാണ് സുസ്മിതയ്ക്ക്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.